ജയേട്ടന്റെ പഴയ പടം വീണ്ടും കോളിളക്കം വരാൻ പോകും. എക്സ്പീരിയൻസ് ഇല്ലല്ലോ തീരെ. എല്ലാവരും നടന്നു വന്ന കാര്യമായി അതുണ്ട്. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഓക്കെ. ടോബി ടോബി ഹായ് ഹായ് ടോബി. ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ട്. തുടങ്ങിയില്ല പെയ്യെ പോയാൽ നടന്നു വന്ന കാര്യമായി അതുണ്ട്. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഓക്കെ. എല്ലാരും കാണുന്ന സന്തോഷത്തിലായിരിക്കല്ലേ? ഭയങ്കര സന്തോഷം എപ്പോഴും. അതെ അതെ അതെ. നമസ്കാരം. എങ്ങനെയുണ്ട്? രാത്രി നല്ല മഴയാണല്ലോ. അതെ, നല്ലൊരു ദിവസമാവട്ടെ. ഇന്ന് ചാർജ് ആവട്ടെ. അല്ല ആപ്പില്ല. ചേച്ചി 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 എങ്ങനെയുണ്ട്? ഹലോ, പുതിയ പ്രസിഡന്റ് ലാലേട്ടനാണല്ലോ വീണ്ടും. നമ്മുടെ അൻസിബയൊക്കെ ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. മഴ നനയണ്ട. അതെ, എല്ലാരും കാണാനുള്ള സന്തോഷത്തിലാണോ? ബാബുച്ചേട്ടൻ ഇല്ലല്ലോ ഇനി. വേറെ ഓരോരുത്തരും മാറി മാറി അറിയില്ല. ചേച്ചി മത്സരിക്കുന്നല്ലേ? മത്സരിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ. ഓക്കെ ജോയ്. ഓക്കെ 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 ഓക്കെ. കാലൊക്കെ നോക്കിയ കേട്ടോ. ആരാ പറഞ്ഞു വിദ്യാഭ്യാസം അങ്ങോട്ട് പോയിരുന്നു? ആന്റി ഹായ്.
പിറപ്പ് കാണിക്കാന്നാണ്. ഒരു നിമിഷം നമ്മൾക്ക് വേണ്ടി ചേട്ടാ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ചേട്ടാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നുമില്ല? ഇല്ല ഞാൻ മത്സരിക്കുന്നു. പിന്നെ എല്ലാരും കാണുന്നതിന്റെ ഒരു സന്തോഷത്തിലായിരിക്കുമല്ലോ. ഇവിടെ മഴ ഒരു ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. ഇന്ന് മഴയാണല്ലോ അല്ലേ? മഴയുണ്ട്. ഈ അമ്മയില് നേതൃത്വത്തില് രാഷ്ട്രീയക്കാർ വരരുതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. രാഷ്ട്രീയക്കാരൊക്കെ പണ്ടുണ്ടല്ലോ. ജനശക്തിയുണ്ട്, മുഖ്യശക്തിയുണ്ട്, എല്ലാവരും ഉണ്ടായി. ഓക്കെ ചേട്ടാ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പ്രതീക്ഷകളോ? നല്ല പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയല്ലേ സുഖല്ലേ? എന്തൊക്കെയാണ് ഈ പ്രതീക്ഷകൾ ഇത്തവണ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ? ഇവിടെ നോക്കാം. എന്തൊക്കെയാണ് സുഖമല്ലേ? കുറച്ചും പേര് എന്താ എക്സൈറ്റഡ് ആണോ? കുറെ വർഷത്തിന് ശേഷം എല്ലാവരെയും കാണുമല്ലേ? വർഷങ്ങൾക്ക് ശേഷം, ഒരു വർഷം. അനിയന് സുഖമല്ലേ? അനിയന് ചേട്ടാ എന്തായി? ഒരു വർഷത്തിന് ശേഷം എല്ലാവരെയും കാണുമല്ലേ? അവിടുത്തെ കോഴിക്കോടാണ്. ഇലക്ഷൻ ഒന്നും ഇന്നില്ലേ ഈ പ്രാവശ്യം? പിന്നെ നിന്ന് ഞാനാണ് ഇവിടുത്തെ സെക്രട്ടറി. പിന്നെ എന്തൊക്കെയാ പുതിയ പ്രതീക്ഷ? പുതിയ പ്രതീക്ഷകൾ, ഒരുപാട് പ്രതീക്ഷയുണ്ട്. പണ്ടത്തെ പോലെ തന്നെ നല്ല പ്രതീക്ഷ. ഈ പൊളിറ്റീഷ്യൻസ് ഒന്നും അമ്മയുടെ നേതൃത്വത്തിൽ വരരുതെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. ചുമ്മാ പൊളിറ്റീഷ്യൻ ഇല്ലല്ലോ, അമ്മയുടെ പൊളിറ്റീഷ്യൻ ഇല്ല, പോളിറ്റിക്സ് ഇല്ല. കേട്ടോ, നല്ലൊരു ദിവസം. താങ്ക് യു. പുതിയ സിനിമ ഏതൊക്കെയാ? പുതിയ സിനിമ 2 പടം കഴിഞ്ഞു. ഒന്ന് സത്തമുക്കല കേസ് കഴിഞ്ഞു, ഒന്ന് ബാഡ് ബോയ്സ് കഴിഞ്ഞു. പിന്നെ വേറൊരു പടം ഇറങ്ങാൻ പോണു. ജയേട്ടൻ്റെ പഴയ പടം വീണ്ടും കോളിളക്കം വരാൻ പോകും. കാണണം കേട്ടോ. ജയൻ റീമാസ്റ്റർ ചെയ്യുവാണോ? ഈ മാസമൊന്നുമില്ല, അതാണ് കഥ. അത് പറയില്ല, പടം കാണുമ്പോൾ അറിയാം. ആരാ ഡയറക്ടർ? ഞാൻ തന്നെ. അപ്പൊ എല്ലാം സെറ്റായി? പിന്നെ എല്ലാം സെറ്റായി വരുന്നു. ഓക്കെ, താങ്ക് യു. ഒരു വർഷത്തിന് ശേഷം എല്ലാവരും മീറ്റ് ചെയ്യാൻ പോവാണ്. എക്സൈറ്റ്മെന്റ് ഉണ്ടോ? നല്ലോണം. കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു ഞാൻ. ഇലക്ഷൻ കൂടിയാണല്ലോ. ലാലേട്ടൻ വീണ്ടും പ്രസിഡന്റ് ആയിരിക്കാം. നമുക്ക് ഒരാൾ നയിക്കാൻ വേണം. അതെ, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? സുഖം. സിനാണ്ടോ ഇങ്ങോട്ട് കേറി ഒരു വർഷത്തിന് ശേഷം എല്ലാവരും മീറ്റ് ചെയ്യുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ആണ്. അപർണ്ണ എന്താ ഇലക്ഷൻ ഒന്നും കേട്ടോ? എക്സ്പീരിയൻസ് ഇല്ലല്ലോ തീരെ. ഓക്കെ, താങ്ക് യു. ചേച്ചി ഹായ്. എല്ലാവരും ഒരു വർഷത്തിന് ശേഷം കാണുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഒരു വർഷത്തിന് ശേഷം എല്ലാവരും കാണുന്നതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? അയ്യോ, മാറ്റാൻ പറ്റത്തില്ല, ഫിക്സ്ഡ് ആണ്. അപ്പൊ എല്ലാവരും ഒരു വർഷത്തിന് ശേഷം കാണുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ തീർച്ചയായും
ലാലേട്ടൻ വീണ്ടും പ്രസിഡന്റ് ആണല്ലോ, അമ്മയെ നയിക്കാൻ. ബാബുചേട്ടൻ ഇല്ല, മാറിയിരിക്കുകയാണല്ലോ. ചേട്ടൻ ഒരു ചെറിയ ഇടവേള എടുത്തിരിക്കുകയാണ്. വിഷമമുണ്ടോ അതിന്റെ? തീർച്ചയായിട്ടും ബാബുവേട്ടനുണ്ടാവുമല്ലോ, നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇതിൽ ഒരു സ്ഥാനമില്ല എന്നുള്ളതല്ലേ ഉള്ളൂ, നമ്മുടെ സംഘടനയിലുണ്ടല്ലോ. അതെ അതെ. ഓക്കെ, താങ്ക് യു. ഹലോ. ഓക്കെ, ആയിക്കോട്ടെ. എന്തായി ഒരു വർഷത്തിന് ശേഷം എല്ലാരും ഒരുമിച്ച് കാണാൻ ലാലേട്ടൻ വീണ്ടും പ്രസിഡന്റ്. പിന്നെ നടന്നു പോകണം. അത് കുറച്ച് പോകാനുണ്ട്, വണ്ടി തന്നെ പോകും. ഒരു 200 മീറ്റർ ഉണ്ട്. എല്ലാവരും ഉണ്ടോ ഇവിടെ? എല്ലാരും വന്നു തുടങ്ങി. പുതിയ അടുത്ത സിനിമ ഏതാ? അടുത്തതിന്റെ പേര് എനിക്കറിയാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. രാഹുൽ ബ്രോ, സുഖമല്ലേ? സുഖം. സുഖമാണ്. ഒരു വർഷത്തിന് ശേഷം എല്ലാവരും വീണ്ടും കാണാൻ പോകണം, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ലാലേട്ടൻ വീണ്ടും പ്രസിഡന്റ് ആയിരിക്കണം, അതിന്റെ സന്തോഷമുണ്ട്. പുതിയ പ്രോജക്റ്റ് ഒക്കെ നന്നായിട്ട് ഓഗസ്റ്റ് 9th പുറകോട്ട് നടക്കുന്നുണ്ട്. കാണണം എല്ലാവരും. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട്? സുഖമല്ലേ? ഒരു വർഷത്തിന് ശേഷം എല്ലാവരെയും കാണാനായിട്ട് വീണ്ടും വന്നിരിക്കണം അമ്മ മീറ്റിംഗിൽ. ലാലേട്ടൻ വീണ്ടും പ്രസിഡന്റ് ആയിരിക്കണം, എന്താണ് സന്തോഷം തന്നെയാണോ? ഹായ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തിന് ശേഷം എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്യുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടോ? തീർച്ചയായിട്ടും കാണാമായിരിക്കും. ലാലേട്ടൻ വീണ്ടും അമ്മയുടെ പ്രസിഡന്റ് ആയല്ലോ, സന്തോഷം. ബാബുചേട്ടൻ മാറിയിരിക്കുകയാണല്ലോ 25 വർഷത്തിന് ശേഷം. ഓക്കെ, ഹാപ്പിയല്ലേ? മഴ നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഒരു വർഷത്തിന് ശേഷം എല്ലാവരെയും കാണാൻ പോകണം, അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ലാലേട്ടൻ വീണ്ടും സോണോ? എങ്ങനെയുണ്ട്? ഗുരുവായൂർ അമ്പലനടയിൽ ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയത് നിങ്ങളാണോ പറയണു? നിങ്ങളെല്ലാം പടം കണ്ടത്. കൃഷ്ണനെ വീണ്ടും കാണാൻ പറ്റിയതിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ ഇതിൽ താങ്ക് യു. എക്സൈറ്റഡ് ആണോ? നമ്മളും എന്തായി വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്? എല്ലാരും കാണാനുള്ള ഒരു സന്തോഷത്തിലാണോ? തവണത്തെ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ എന്തെങ്കിലും പ്രതീക്ഷകളുണ്ടോ ഏട്ടാ? നല്ല രീതി വരുമല്ലോ. എന്തായി? ലാലേട്ടൻ വീണ്ടും പ്രസിഡന്റ്. പിന്നെ അല്ലാണ്ട്
എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? അവിടെ ചെല്ലട്ടെ, ഇലക്ഷനല്ലേ, പൊരിക്കും. അങ്ങോട്ട് മൊത്തം ഒന്ന് ഇറങ്ങി പുറത്തല്ലേ എല്ലായിടും ബ്ലോക്കായി പോകും. കാരണം മൊത്തം തിരിക്കാൻ കൂടി പറ്റത്തില്ല. വണ്ടി ഒന്നും എടുക്കാൻ നമുക്ക് തിരിക്കാൻ കൂടി പറ്റുന്നില്ല. ഇനി സഹകരിച്ചാൽ ഉപകാരമായിരുന്നു. നോക്കട്ടെ കൊടയോട്ട് എത്തിച്ചേക്കണേ. അവിടെ പോകാൻ ഇല്ലേ ഒന്ന് ഇറങ്ങി സഹകരിക്കാതെ നടക്കത്തില്ല. അതുകൊണ്ട് അതുകൊണ്ടാണ് ഒരു രക്ഷയില്ലാത്ത അരകുട്ടിയെ പോകാ ചേട്ടാ അകത്തില്ല, സ്പേസ് ഇല്ല, ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ഇലക്ഷനിൽ ആരും ജയിക്കും അറിയില്ല. ലോക്സഭ ഇലക്ഷൻ
முன்னார் ஹை சொல்லுங்க குனிஞ்சிருண்டா മുന്നേ അടുത്ത് ഒരു 30 വോട്ടുണ്ട് 40 വോട്ട് മുന്നേ വെച്ചിരിക്കുന്നു. ചേട്ടനാർക്കോട്ടേന്ന് ചേട്ടനാർക്കോട്ടേന്ന് ഞാനാ എല്ലാവർക്കും ഇടുണ്ട. ശരി വരട്ടെ. അവിടെ ഇരുത്ത്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഇറങ്ങണം. അതെ ഓക്കെ. ബാക്കിലേക്ക് എടുത്തിട്ട് അവിടെ ഇറക്കിയിട്ട് കേട്ടോ. മനസ്സിലായി. ഞാനിപ്പോ വരാം. അവിടെ പാർക്കിംഗ് ഇല്ല പറയുന്നു. അതെ അതല്ല പിന്നെ അവിടെ മൊത്തം പോക്കാൻ വണ്ടിയാണ്. അതുകൊണ്ടാണ് സഹകരിച്ചത്. ഇറങ്ങുന്നല്ലോ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായി. കാരണം ഈ കാണാതെ വണ്ടി അറിയോ